അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് കബാലിയത്ത് അറബിക് റൈസാണ്. അതിന് വേണ്ടി നമുക്ക് കബ്സ മസാല ആദ്യം തയ്യാറാക്കാം. അതിന് വേണ്ടി 2 ടീസ്പൂൺ ചൂടായ പാനിലേക്ക് 2 ടീസ്പൂൺ മല്ലി ഇടുക. മല്ലിട്ട് ചൂടായതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ കരയാമ്പൂവ്, 1 ടീസ്പൂൺ ഏലക്കായ, 1 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ സ്റ്റാർ, 1 ടീസ്പൂൺ കറുവപ്പട്ട, 2 ബേ ലീഫ് ഇടുക. ഇപ്പോൾ ഞാൻ കബ്സ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാനിലേക്ക് 2 സ്പൂൺ മല്ലി ഇട്ടിട്ടുണ്ട്, 1 സ്പൂൺ കരയാമ്പൂവ്, 1 സ്പൂൺ ഏലക്കായ, 1 സ്പൂൺ കുരുമുളക്, 2 ബേ ലീഫ്, 1 സ്പൂണ് കറുവപ്പട്ട ഇട്ടിട്ടുണ്ട്. ഇനി 1 സ്പൂണ് ചെറിയ സ്പൂണ് നല്ല ജീരകം ഇട്ടതിന് ശേഷം ഇളക്കി ഇത് പൊടിച്ചെടുക്കുക. നമുക്ക് കബാലിയത്തിന് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കാം. അതിന് വേണ്ടി ഞാൻ പാൻ ചൂടാക്കി എണ്ണ ഒഴിച്ച് 3 സവാള ഇട്ട് നന്നായി വഴറ്റുക. സവാള ഒന്ന് വാടി വരുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ഇടുക. ഇഞ്ചി ഒരു സ്പൂൺ എടുക്കുമ്പോൾ വെളുത്തുള്ളി 2 സ്പൂൺ എടുക്കണം. വെളുത്തുള്ളി മുമ്പിട്ട് നിൽക്കണം. ഇതിലേക്ക് ഞാൻ 5 പച്ചമുളക് ഇട്ടിട്ടുണ്ട്, അതും നന്നായി വഴറ്റുക. ഇതിലേക്ക് ഉപ്പ് ആവശ്യത്തിന്, നിങ്ങൾ ആവശ്യത്തിനുള്ള ഉപ്പിടുക, ഇതിന് പാകമുള്ള ഉപ്പിടുക. ഞാൻ 1 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇത് നന്നായി വാടിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 3/4 ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇടുക, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇടുക, 1 ടീസ്പൂണ് നമ്മൾ ഉണ്ടാക്കി വെച്ച കബ്സ മസാല ഇടുക. ആ കബ്സ മസാലയിൽ ഞാൻ പറയാൻ മറന്ന്, അതിൽ 2 ഉണക്കമുളക് കൂടി ചേർത്ത് പൊടിക്കണം. എല്ലാം നന്നായി വാടി വന്നതിന് ശേഷം 1 കിലോ കോഴിനെ ഞാൻ എടുത്തിട്ടുള്ള 1 കിലോ കോഴി ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് ഇത് നമുക്ക് വേവിക്കാൻ ഒരു 5 മിനിറ്റ് ഇടാം. അതിന് ശേഷം വെള്ളം വന്നില്ലെങ്കിൽ, ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങണില്ലെങ്കിൽ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ചിക്കൻ സ്റ്റോക്കിൻ്റെ പീസ് ഇട്ടിട്ട് ഇളക്കണം, നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഇത് ഞാനൊരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. ചിക്കനിന് വെള്ളമൊന്നും വരുന്നില്ലെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. വെള്ളം വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഒഴിച്ച് കൊടുക്കണ്ട. 1/2 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് ഒഴിക്കണം. ഒരു ഫുള്ള് ക്യാപ്സിക്കം ഇടണം. ഒരു ക്യാരറ്റ് വട്ടത്തിൽ അരിഞ്ഞതും ഇട്ട് യോജിപ്പിക്കണം. ഒരു 5 മിനിറ്റ് വേവിക്കണം ഒക്കെ ഇട്ടിട്ട്. ശേഷം ഇതിൽ 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി ഇടണം. കുരുമുളക് പൊടി മുന്തിച്ചിക്കണം, എന്നാലും നിങ്ങൾ എരിവ് നോക്കണം കേട്ടോ, എരിവിനനുസരിച്ച്. ഇട്ടതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് ഇടാം. ഇപ്പം മസാല റെഡിയായി. ഇനി നമുക്ക് ചോറുണ്ടാക്കാം. ചോറ് വെക്കാൻ വേണ്ടിയിട്ട് ചെമ്പിൽ ഞാൻ കറുവപ്പട്ട 2 കഷ്ണം ഇട്ടിട്ടുണ്ട്, 3 ഏലക്കായ ഇട്ടിട്ടുണ്ട്, കുറച്ച് കരയാമ്പൂവ് 2-3 എണ്ണം, ഒരു നുള്ള് കുരുമുളക് ഇട്ടിട്ടുണ്ട്. ഗ്ലാസ് അരിന് ഞാൻ ഇതിലേക്ക് എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ അരമണിക്കൂർ മുമ്പ് 2 ഗ്ലാസ് അരി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ബാസ്മതി റൈസാണ്. അതിന് വേണ്ടി ഞാൻ 2 ഗ്ലാസ് അരിയിലേക്ക് 3 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ കുതിർത്ത അരിയും, അതുകൊണ്ട് ഒരു 2 ടീസ്പൂൺ നെയ്യ് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കുറവ് മതി, അങ്ങ് അത്ര ഒഴിച്ചാൽ മതി. പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കണം. വേണ്ടിയിട്ട് ഞാൻ 2 ഗ്ലാസ് അരിയിലേക്ക് 3 ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഒരു അരമണിക്കൂർ മുമ്പ് ഞാനിത് കുതിർത്ത് വെച്ചത് കാരണം 3 ഗ്ലാസ് വെള്ളം ഒഴിക്കണുള്ളൂ. അതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്, കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്, ചിക്കൻ ക്യൂബിൻ്റെ ഒരു പീസ് ഇട്ടിട്ടുണ്ട്, കുറച്ച് ഉപ്പിടണം.
ചിക്കൻ ക്യൂബ് ഇട്ടതിന് ശേഷം ഞാൻ 1 ടീസ്പൂണ് ഉപ്പിടുന്നുണ്ട്. ഉപ്പ് പാകത്തിന് ഇടണം. ചിക്കൻ ക്യൂബ് ഉള്ളതാണ്, ഉപ്പ് കൂടി പോകാൻ സാധ്യത ഉണ്ട്. അതിന് ശേഷം ഹാഫ് ചെറുനാരങ്ങയുടെ നീരൊഴിക്കുക. 1 ടീസ്പൂൺ കപ്സ മസാല നമ്മൾ ഉണ്ടാക്കിയത് ഇട്ട് കൊടുക്കണം. അതിന് ശേഷം കുതിർത്ത് വെച്ച അരി നമ്മൾ ഇതിൽ ഇട്ട് കൊടുക്കണം. ഇതെല്ലാം കൂടി നന്നായി യോജിപ്പിച്ചതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് അതിന് ശേഷം തീ കുറച്ച് വെക്കാം. ഈ ചോറ് ഒരുവിധം വേവായി വരുമ്പോൾ ആദ്യം ഉണ്ടാക്കിയ മസാലയിൽ നിന്ന് 2 ടീസ്പൂൺ മസാല ഈ ചോറിൽ കൂട്ടണം. ഈ രസവും കൂടി ഇതിലേക്ക് വരാൻ വേണ്ടിയിട്ട്, ടേസ്റ്റും കൂടി അധികമാവരുത് കേട്ടോ. എന്നിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്യണം. മിക്സിന് വേണ്ടി നമ്മൾക്കൊരു സോസ് തയ്യാറാക്കിയെടുക്കുക. അതിന് വേണ്ടി ഞാൻ 2 തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ സവോള, 2 പച്ചമുളക്, ലേശം ഉപ്പ്, 2 ടീസ്പൂൺ വിനിഗർ അല്ലെങ്കിൽ ചെറുനാരങ്ങ നീര് ഒഴിച്ചിട്ട് ഇത് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കുക. സെർവ് ചെയ്യുമ്പോൾ നമ്മൾ ബിരിയാണിയെ പോലെ ദമ്മിടൊന്നും വേണ്ട. ആദ്യം ചോറിട്ടതിന് ശേഷം അതിൻ്റെ മേലെ നമ്മൾ മസാല ഇടണം.